ദൈവം കഴിഞ്ഞ ദിവസങ്ങളൊക്കെയും എന്നെ ചിന്തിപ്പിക്കുകയും പഠിപ്പിക്കുകയും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു വിഷയം നിങ്ങളുടെ മുമ്പിലേക്ക് ഇന്ന് പകലിൽ അവതരിപ്പിക്കുവാനായിട്ടാണ് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത്. യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നതിൻ്റെ പരമപ്രധാനമായ ലക്ഷ്യം പാപികളായ മനുഷ്യരെ നിത്യനരകത്തിൽ നിന്നും നിത്യജീവനിലേക്ക് കൊണ്ടെത്തിക്കുക എന്നുള്ളത്. യോഹന്നാന്റെ സുവിശേഷം 3-16 വാക്യത്തിൽ യേശു കർത്താവ്, പിതാവായ ദൈവം യേശു കർത്താവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചതിൻ്റെ പരമപ്രധാനമായ ലക്ഷ്യം നമുക്കവിടെ കാണാനായിട്ട് കഴിയും. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അപ്പോൾ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം, ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ഇഷ്ടം എന്ത് എന്ന് ചോദിച്ചാൽ മനുഷ്യരാരും തന്നെ നശിച്ച് പോകരുത് എന്നാണ്. ദൈവം സൃഷ്ടിച്ചതാണ് ദൂതനായ ലൂസിഫർ. ലൂസിഫർ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ അടുത്ത ഒരു ഓപ്ഷൻ ദൂതന് ഒരിക്കലും ദൈവം കൊടുത്തില്ല. മാനസാന്തരപ്പെട്ട് മടങ്ങി വരാനൊരു അവസരം കൊടുത്തില്ല. എന്നാൽ ദൈവം സ്വന്തം കയ്യാൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ദൈവം സെക്കൻഡ് ഓപ്ഷൻ കൊടുത്തു, മടങ്ങി വരാൻ. കാരണം മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് സ്വന്തം കൈകൾ കൊണ്ടാണ്. അവന്റെ സ്വരൂപത്തിലും അവന്റെ സാദൃശ്യത്തിലും ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും നമ്മളെ അണിയിച്ചിരിക്കുന്നു. അപ്പോൾ മനുഷ്യനെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി നമ്മളെ നരകത്തിൽ വിടണമെന്നല്ല. നരകം സൃഷ്ടിച്ചിരിക്കുന്നത് അത് സാത്താന് വേണ്ടിയുള്ളതാണ്. പക്ഷെ മനുഷ്യന് വേണ്ടി ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് എന്താണ്? സ്വർഗം, ദൈവത്തോട് കൂടെ വാഴാൻ. പക്ഷേ നമുക്ക് അവിടെ കടന്നു പോകണമെങ്കിൽ, ആ നിത്യതയിലേക്ക് നമുക്ക് എത്തണമെങ്കിൽ നമ്മൾ ചില കടമ്പകൾ കടക്കേണ്ടത് ആവശ്യം. ദൈവം സൊല്യൂഷൻ ഓൾറെഡി അവിടെ ചെയ്തിട്ടുണ്ടെങ്കിലും അത് മനുഷ്യൻ പ്രാപിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ എല്ലാവരും അത് പ്രാപിക്കുന്നില്ല എന്നുള്ളതാണ് സത്യമായ വിഷയം. എല്ലാവർക്കും അത് പ്രാപിക്കാൻ കഴിയുന്നില്ല. എല്ലാവർക്കും ആ ഒരു കാഴ്ചപ്പാട് ലഭിക്കുന്നില്ല. ഇന്ന് നമ്മുടെ ക്രൈസ്തവ ഗോളത്തിലാണെങ്കിലും കിങ്ഡം ഓഫ് ഗോഡ് എന്നുള്ള വിഷയത്തെ ശരിക്കും മാറ്റിക്കളഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന മുഴുവനും പ്രോസ്പെരിറ്റിയും മെറ്റീരിയലിസവും അങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. പക്ഷെ യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്നപ്പോൾ യേശു കർത്താവ് കൂടുതലായിട്ട് തന്റെ 3.5 വർഷത്തെ ശുശ്രൂഷയിൽ തനിക്ക് സംസാരിക്കാനുണ്ടായിരുന്ന വിഷയങ്ങളെല്ലാം കിങ്ഡം ഓഫ് ഗോഡ് എന്ന വിഷയമായിരുന്നു. യേശു കർത്താവിന് മുൻപായിട്ട് വഴിയൊരുക്കുവാൻ വന്ന ആളാണല്ലോ യോഹന്നാൻ സ്നാപകൻ. യോഹന്നാൻ സ്നാപകൻ തന്റെ ശുശ്രൂഷയുടെ ആ പ്രാരംഭത്തിൽ താൻ വന്നിട്ട് യഹൂദിയ മരുഭൂമിയിൽ വന്ന് വിളിച്ചു പറയുന്ന സന്ദേശം എന്താണ്? മത്തായിയുടെ സുവിശേഷം 3-1-2 വാക്യങ്ങളിൽ നമുക്ക് ആ യോഹന്നാന്റെ സ്നാപകന്റെ ആ മെസ്സേജ് നമുക്ക് കാണാം. ആ കാലത്ത് യോഹന്നാൻ സ്നാപകൻ യഹൂദിയ മരുഭൂമിയിൽ വന്ന് പ്രസംഗിക്കുകയാണ്. എന്താണ് പ്രസംഗിക്കുന്നത്? സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവീൻ എന്ന് പറഞ്ഞു. അപ്പോൾ യോഹന്നാൻ സ്നാപകന്റെ പ്രസംഗത്തിന്റെ പരമപ്രധാനമായ വിഷയം മാനസാന്തരപ്പെടുകയല്ല, സ്വർഗരാജ്യമാണ് പരമപ്രധാനം. അത് പ്രാപിക്കാൻ നിങ്ങൾ മാനസാന്തരപ്പെടണം എന്നാണ്. എന്നാൽ സ്വർഗരാജ്യം എന്നുള്ളതാണ് വിഷയം. ഇനി യേശു കർത്താവിന്റെ ഇയർലി മിനിസ്ട്രി, യേശു കർത്താവ് മിനിസ്ട്രിയിലേക്ക് അങ്ങോട്ട് എൻട്രി ചെയ്യുന്ന വേളയിൽ 4-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിലാണ് യേശു കർത്താവ് ആദ്യം തന്റെ ശുശ്രൂഷയിലേക്ക് ഇറങ്ങുന്നത്. അവിടെ നമ്മൾ കാണുകയാണ്, അന്നു മുതൽ യേശു സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവീനെന്ന് പ്രസംഗിച്ച് തുടങ്ങി. അപ്പോൾ യേശു കർത്താവിന്റെ ഇയർലി മിനിസ്ട്രിയിൽ യേശു കർത്താവിന് പ്രസംഗിക്കാനുണ്ടായിരുന്ന പ്രസംഗത്തിന്റെ വിഷയം അതെന്തായിരുന്നു? സ്വർഗരാജ്യം. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ യേശുവിന്റെ ഇയർലി മിനിസ്ട്രിയിലുള്ള കാര്യമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞു വരുന്നത്.
മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ യേശുവിന്റെ ഏർലി മിനിസ്ട്രിയിൽ യേശു എന്താണ് പറഞ്ഞത്? ഇപ്രകാരം പറയുന്നു, എന്നാൽ യോഹന്നാൻ തടവിലായ ശേഷം യേശു ഗലീലയിൽ ചെന്ന് ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു. എന്താ പ്രസംഗിക്കുന്നത്? കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുകയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ എന്ന് പറഞ്ഞു. അന്നേരം യേശു കർത്താവിന്റെ ഏർലി മിനിസ്ട്രിയിൽ താൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവരാജ്യം എന്നുള്ള വിഷയത്തെ കുറിച്ചായിരുന്നു. ഇനി ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ, ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം അതിന് 42-43 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത് യേശുവിന്റെ ഏർലി മിനിസ്ട്രിയില് ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 42-43 വാക്യങ്ങളിൽ അവൻ നേരം വെളുത്തപ്പോൾ അവൻ പുറപ്പെട്ട് ഒരു നിർജ്ജന സ്ഥലത്തേക്ക് പോയി. പുരുഷാരം അവനെ തിരഞ്ഞ് അവന്റെ അരികത്ത് വന്ന് തങ്ങളെ വിട്ടു പോകാതിരിക്കുവാൻ അവനെ തടുത്തു. അവൻ അവരോട്, ഞാൻ മറ്റുള്ള പട്ടണങ്ങളിലും ദൈവരാജ്യം സുവിശേഷിക്കേണ്ടതാകുന്നു, ഇതിനായിട്ടല്ലോ എന്നെ അയച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ യേശു കർത്താവിന്റെ ഏർലി മിനിസ്ട്രിയിൽ യേശു കർത്താവിന് പറയുവാനുണ്ടായിരുന്ന ഏറ്റവും പരമപ്രധാനമായ കാതലായ വിഷയം ദൈവരാജ്യം എന്നുള്ളതായിരുന്നു. ഇനി മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നമുക്കറിയാം യേശുവിന്റെ ഗിരിപ്രഭാഷണം നമ്മൾ കാണുകയാണ്. യേശു കർത്താവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതായ വളരെ പവർഫുൾ ആയിട്ടുള്ള ആ ഗിരിപ്രഭാഷണത്തിൽ യേശു കർത്താവ് പരമപ്രധാനമായി പറയുന്ന വിഷയങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. അവിടെ യേശു കർത്താവ് പറയുന്നത്, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, അവർക്ക് സ്വർഗരാജ്യം അവർക്കുള്ളത്. അപ്പോൾ ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, അവർക്ക് സ്വർഗരാജ്യമുള്ളത്. 10-ാമത്തെ വാക്യം, നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. അപ്പോൾ യേശു കർത്താവിന്റെ ഗിരിപ്രഭാഷണത്തിൽ യേശു കർത്താവ് ഏറ്റവും പരമപ്രധാനമായി സ്ട്രെസ് ചെയ്തുകൊണ്ട് പറഞ്ഞ വിഷയം മറ്റൊന്നും ആയിരുന്നില്ല. എന്തായിരുന്നു? സ്വർഗരാജ്യം. ഇനി യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരെ പ്രാർത്ഥന പഠിപ്പിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവാൻ, കർത്താവെ ഞങ്ങൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടുന്നത് എന്ന് യേശു കർത്താവിനോട് ശിഷ്യന്മാർ ചോദിക്കുമ്പോൾ യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരെ പ്രാർത്ഥന പഠിപ്പിക്കുമ്പോൾ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ച വിഷയത്തിനകത്ത് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം വായിക്കുകയാണ്, നിങ്ങൾ ഇവണ്ണം 9-10 വാക്യങ്ങൾ, നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിക്കുവിൻ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ. അപ്പോൾ യേശു കർത്താവ് പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കുമ്പോൾ യേശു കർത്താവ് നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിക്കുവിൻ എന്ന് പറഞ്ഞ് പ്രാർത്ഥന പഠിപ്പിച്ച പ്രാർത്ഥനയുടെ വിഷയത്തിലും യേശു കർത്താവ് പറഞ്ഞ വിഷയം ഞങ്ങൾക്ക് എല്ലാം തരണമേ, അനുഗ്രഹം തരണമേ, നന്മ തരണമേ എന്നുള്ള വിഷയങ്ങൾ മാത്രമല്ല യേശു കർത്താവ് പറഞ്ഞത്. യേശു കർത്താവിന്റെ പ്രാർത്ഥനയുടെ കാതലായ വിഷയം എന്തായിരുന്നു? ദൈവരാജ്യം എന്നുള്ളതായിരുന്നു. ഇനി യേശു കർത്താവ് തന്റെ 3.5 വർഷത്തെ ശുശ്രൂഷയിൽ യേശു കർത്താവ് ഏറ്റവും കൂടുതൽ ആൾക്കാരോട് സംസാരിച്ചു കൊണ്ടിരുന്നത് ഉപമകളിൽ കൂടെയാണ്. യേശു കർത്താവിന്റെ 3.5 വർഷത്തെ ശുശ്രൂഷയിൽ യേശു കർത്താവ് ഉപയോഗിച്ചിട്ടുള്ള പാരബിൾസിൽ ഏറ്റവും കൂടുതൽ തവണ യേശു കർത്താവ് ഒരൊറ്റ വിഷയത്തെ കുറിച്ച് പാരബിൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ദൈവരാജ്യം. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയൊന്നും തിരിക്കാൻ പെട്ടെന്ന് ഒത്തിരിയും ഉണ്ടെങ്കിലും അതിനകത്ത് പ്രധാനപ്പെട്ട 1-2 നിങ്ങളെ ഒന്ന് എടുത്തു കാണിച്ചിട്ട് അടുത്ത വിഷയത്തിലേക്ക് പോകാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം അതിന്റെ വിതയ്ക്കുന്നവന്റെ ഉപമ അവിടെ നമ്മൾ കാണുകയാണ്. 24-ാമത്തെ വാക്യം, സ്വർഗരാജ്യം ഒരു മനുഷ്യൻ തന്റെ നിലത്ത് നല്ല വിത്ത് വിതച്ചിരിക്കുന്നതിനോട് സദൃശ്യമാകുന്നു. 31-ാമത്തെ വാക്യം, സ്വർഗരാജ്യം കടുകുമണിയോട് സദൃശ്യമാകുന്നു. 33-ാമത്തെ വാക്യം, സ്വർഗരാജ്യം പുളിച്ച മാവിനോട് സദൃശ്യമാകുന്നു. 45-ാമത്തെ വാക്യം, സ്വർഗരാജ്യം നല്ല മുത്ത് അന്വേഷിക്കുന്ന ഒരു വ്യാപാരിയോട് സദൃശ്യം. 47-ാമത്തെ വാക്യം, സ്വർഗരാജ്യം കടലിലിടുന്നതും എല്ലാ വക മീനും പിടിക്കുന്നതുമായ ഒരു വലയോട് സദൃശ്യം. ഇങ്ങനെ ആവർത്തിച്ച് യേശു കർത്താവ് തന്റെ ഉപമകളിൽ കൂടെ യേശു കർത്താവിന് പറയുവാനുണ്ടായിരുന്ന മറ്റു നിരവധിയുള്ള സ്വർഗരാജ്യം മണവാളിനെതിരപ്പാൻ പുറപ്പെട്ട 10 കന്യകമാരോട് സദൃശ്യം. ഇങ്ങനെ നിരവധി പ്രാവശ്യം യേശു കർത്താവ് ഉപമകൾ പറയുമ്പോൾ യേശു കർത്താവ് ആവർത്തിച്ച് തനിക്ക് പറയാനുണ്ടായിരുന്ന ഒരൊറ്റ വിഷയം മറ്റൊന്നുമായിരുന്നില്ല. അത്
ദൈവരാജ്യം എന്നുള്ള വിഷയമാണ്. ഇനി യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരെ നിങ്ങൾ പോയി പ്രസംഗിക്കാൻ പറഞ്ഞ് ഇവരെ പറഞ്ഞയക്കുന്നതായ സാഹചര്യം. ഇങ്ങനെ ശിഷ്യന്മാരെ പറഞ്ഞയക്കുക, നിങ്ങൾ പോയി എല്ലായിടത്തും പോയി പ്രസംഗിക്കണം. ഈ പറഞ്ഞയക്കുന്ന സാഹചര്യത്തിൽ യേശു കർത്താവ് അവരോട് എന്താ പറയുന്നത്? നിങ്ങൾ പോയിട്ട് എന്ത് പ്രസംഗിക്കണം എന്നാ പറയുന്നത്? മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ അതിന്റെ 5 മുതലുള്ള വാക്യങ്ങളിൽ നമുക്കത് കാണുവാനായിട്ട് കഴിയും. 12 പേരെ യേശു കർത്താവ് അയക്കുന്ന 8 മുതലുള്ള വാക്യങ്ങൾ ഇപ്രകാരം വായിക്കുകയാണ്. ഓക്കെ, ഒരു ഒറ്റ നിമിഷം. അതിന് 5 മുതലുള്ള വാക്യം, 10-ന്റെ 5 മുതൽ. ഈ 12 പേരെയും യേശു അയക്കുമ്പോൾ അവരോട് ആജ്ഞാപിച്ചതെന്തെന്നാൽ ജാതികളുടെ അടുക്കൽ പോകാതെയും ശമര്യയുടെ പട്ടണത്തിൽ കടക്കാതെയും ഇസ്രായേൽ ജനത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്ക് തന്നെ ചെല്ലുവിൻ. നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ സംസാരിക്കുന്നത് എന്താണ്? സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് ഘോഷിപ്പിൻ. സ്വർഗരാജ്യം. യേശു കർത്താവ്, ഞാനിപ്പം പറഞ്ഞു വന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് റീകളക്ട് ചെയ്യണം. യോഹന്നാൻ സ്നാപകന്റെ പ്രസംഗം സ്വർഗരാജ്യം എന്നുള്ളതായിരുന്നു. യേശു കർത്താവിന്റെ ഏർലി ഡേയ്സിലുള്ള മിനിസ്ട്രിയിൽ സ്വർഗരാജ്യം എന്നുള്ള വിഷയമാണ് സംസാരിച്ചത്. യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരെ പറഞ്ഞയക്കുമ്പോൾ സ്വർഗരാജ്യമാണ് പറയുന്നത്. ഗിരിപ്രഭാഷണത്തിൽ സ്വർഗരാജ്യത്തെ കുറിച്ചാണ് പറയുന്നത്. പാരുകൾ മുഴുവൻ മെജോറിറ്റി പറയുന്നത് സ്വർഗരാജ്യം എന്നുള്ള വിഷയത്തെ കുറിച്ചാണ്. ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇനി യേശു കർത്താവ് തന്റെ അന്ത്യത്താഴ സമയത്ത് യേശു കർത്താവിന്റെ അവസാന മൂവ്മെന്റിൽ, ലാസ്റ്റ് സപ്പറില് യേശു കർത്താവ് പറയുന്ന വിഷയം മർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം അതിന് 25-ാമത്തെ വാക്യം. മർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം അതിന് 25-ാമത്തെ വാക്യത്തിൽ അവിടെ വായിക്കുകയാണ്. മുന്തിരിവള്ളിയുടെ അനുഭവം ദൈവരാജ്യത്തിൽ പുതുതായി അനുഭവിക്കും നാൾ വരെ ഞാൻ ഇനി ഇത് അനുഭവിക്കുകയില്ല എന്ന് ഞാൻ. ദൈവരാജ്യം ലാസ്റ്റ് സപ്പറിൽ യേശു കർത്താവിന് പറയാനുള്ള വിഷയം ദൈവരാജ്യം എന്നുള്ള വിഷയമാണ്. 3.5 വർഷം യേശു കർത്താവ് ഈ ഭൂമിയിൽ ശുശ്രൂഷ ചെയ്തുള്ളൂ. ആ 3.5 വർഷത്തിൽ യേശു കർത്താവ് ഒരൊറ്റ വിഷയം പറയാനുള്ളൂ, ദൈവരാജ്യം എന്നുള്ള വിഷയം. ഇനി നിങ്ങൾ നോക്കണം, യേശു കർത്താവ് തന്റെ മേജർ ടീച്ചിങ്, മെയിനായിട്ടുള്ള ടീച്ചിങ്ങിൽ യേശു കർത്താവ് പറയുന്നത് എന്താണെന്ന് അറിയാമോ? തന്റെ പഠിപ്പീരുകളിൽ പ്രധാനമായ പഠിപ്പീര് ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും തന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവന് എന്തു പ്രയോജനം? ആത്മാവുമായിട്ടുള്ള വിഷയം, സ്വർഗരാജ്യവുമായിട്ടുള്ള വിഷയം. സമയത്തിന്റെ പരിമിതി എന്റെ മുമ്പിലുണ്ട്, അതെനിക്ക് നന്നായിട്ട് അറിയാം. വേറെ ഭാഗത്ത് യേശു കർത്താവ് വേറെ രൂപം പറയുകയാണ്. ഒരു മനുഷ്യൻ തന്റെ വിളവെല്ലാം നന്നായിട്ട് വിളയുവാനിടയായി തീർന്നു. എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ഭംഗിയായിട്ട് ചെയ്തു. അപ്പോൾ ഈ മനുഷ്യൻ പറയുകയാണ്, ഞാൻ എന്റെ കളപ്പുരകളെ എല്ലാം എന്ത് ചെയ്യാൻ പൊളിച്ച് ഞാൻ പുതിയതൊന്നും പണിയാൻ വേണ്ടി പോവാം. ലൂക്കോസ് നമ്മൾ കാണും, പുതിയതൊന്നും പണിയാൻ വേണ്ടി പോവാ. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാൻ വേണ്ടി പോവുകയാണ്? ഞാൻ എന്നോട് തന്നെ ഞാൻ പറയാൻ വേണ്ടി പോവുകയാണ്, എനിക്ക് ഏറിയ കാലത്തെ അനവധിയായ വസ്തുവകകൾ എനിക്ക് ഉണ്ട്, അതുകൊണ്ട് ആശ്വസിക്കുക, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്ന് അവനോട് തന്നെ പറയുകയാണ്. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവിന് അവനോട് ചോദിക്കുവാനുള്ള ഒരു വലിയ വിഷയം എന്തെന്ന് ചോദിച്ചാൽ, ഇന്ന് രാത്രിയിൽ ഞാൻ നിന്റെ ആത്മാവിനെ നിന്നോട് ചോദിക്കും, അപ്പോൾ നീ ഒരുക്കി വെച്ചത് ആർക്കാകും? എത്ര പവർഫുൾ ടീച്ചിങ്! നീ ഒരുക്കി വെച്ചത് ആർക്കാകും? നമ്മൾ കെട്ടിപ്പൊക്കിയ വീടുകളും വെട്ടിപ്പൊക്കിയ ബാങ്ക് ബാലൻസുകളും എസ്റ്റേറ്റുകളും അതൊക്കെ ആർക്കാകും? അവിടെ പറയുന്ന 10-ാം അധ്യായം, ലൂക്കോസ് 10-ാം അധ്യായത്തിൽ പറയുന്നത്, ദൈവികമായ വിഷയത്തിൽ സമ്പന്നനാകാത്തവരുടെ ഗതി എല്ലാം ഇതുപോലെയാകും. അപ്പോൾ യേശു കർത്താവിന്റെ ടീച്ചിങ്ങിൽ യേശു കർത്താവ് പ്രധാനപ്പെട്ട വിഷയം പറയുന്നത്, നിങ്ങൾ സ്വർഗരാജ്യം, നിങ്ങളുടെ പേര് സ്വർഗത്തിലുണ്ടാകും. വേറെ സ്ഥലത്ത് ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ 17 മുതലുള്ള വാക്യങ്ങളിൽ യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരെ 70 പേരെ അയക്കുക. 70 പേരെ അയക്കുന്ന സമയത്ത് ഇവർ പോയിട്ട് യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങൾ നടക്കുന്നു, വിടുതലുകൾ നടക്കുന്നു, ഭയങ്കര കാര്യങ്ങൾ അവിടെ നടക്കുകയാണ്. അവിടെ നടക്കുമ്പോൾ ഇവർ ആ വിടുതലൊക്കെ പ്രാപിച്ചിട്ട് അവർ എക്സൈറ്റഡ് ആയിട്ട് യേശുവിന്റെ അടുക്കിലേക്ക് ഓടി വരികയാണ്. യേശുവിന്റെ അടുക്കിലേക്ക് ഓടി വന്നിട്ട് അവരോട് പറയുകയാണ്, യേശുവെ, ഞങ്ങൾ നിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ ഭൂതങ്ങൾ വിട്ടുപോയി, രോഗികൾ സൗഖ്യമായി, അത്ഭുതങ്ങൾ നടന്നു എന്നൊക്കെ വളരെ എക്സൈറ്റഡ് ആയിട്ട് യേശുവിനോട് വന്ന് പറയുമ്പോൾ യേശു അവരോട് പറയുന്നൊരു വാക്യതാണ്, അവൻ അവരോട്
ലൂക്കോസ് 10-ാം അധ്യായത്തിന്റെ 17 മുതലുള്ള വാക്കുകൾ. അവൻ അവരോട്, സാത്താൻ മിന്നൽ പോലെ ആകാശത്തുനിന്ന് വീഴുന്നത് ഞാൻ കണ്ടു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയും ഇല്ല. എന്നിട്ട് പറയാം, എങ്കിലും. ഈ എങ്കിലും എന്നുള്ളതിന് ഞാൻ കുറച്ചുകൂടി ആഡ് ചെയ്യട്ടെ. നമ്മൾ കെട്ടിപ്പൊക്കുന്ന ബാങ്ക് ബാലൻസുകൾ, എസ്റ്റേറ്റുകൾ, ഇതെല്ലാം ഉണ്ടായിട്ടുണ്ടെങ്കിലും, വലിയ ഡിഗ്രി ഉണ്ടായാലും, ഡോക്ടറേറ്റ് ഉണ്ടായാലും, ഫാർമസിസ്റ്റ് ആണെങ്കിലും, നല്ല ജോലി ഉണ്ടെങ്കിലും, മക്കളൊക്കെ നല്ല നിലയിലാണെങ്കിലും, എല്ലാ സുഖ സൗകര്യങ്ങളും നമ്മൾ ഈ ലോകത്തിൽ ഉണ്ടെങ്കിലും ദൈവം പറയുവാണ്, എങ്കിലും നിങ്ങൾ സന്തോഷിക്കേണ്ടുന്നത് ഇതെല്ലാം എനിക്കുള്ളതിലല്ല. അവൻ നമ്മൾ സന്തോഷിക്കേണ്ടുന്നത് അവൻ എന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ സ്വർഗത്തിൽ നിങ്ങളുടെ പേര് എഴുതിയിരിക്കുന്നതിനാൽ അത്രേ നിങ്ങൾ സന്തോഷിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ സന്തോഷവും നമ്മുടെ എക്സൈറ്റ്മെന്റും നമ്മൾ ഈ ലോകത്തിൽ നേടിയെടുത്ത വിഷയങ്ങളിൽ ആയിരിക്കരുത്. മറിച്ച് നമ്മുടെ എക്സൈറ്റ്മെന്റ്, കർത്താവേ എനിക്കൊന്നുമില്ലെങ്കിലും എന്റെ പേര് സ്വർഗത്തിലുണ്ട്. I'm going to be with my Jesus. ഞാൻ യേശുവിനോടൊത്ത് വാഴാൻ പോവാ, യേശുവിനോടൊത്ത് ജീവിക്കാൻ പോവാ. അതാണ് എന്റെ ആഗ്രഹം, അതാണ് ഇറ്റേണൽ ഹോപ്പ്. അതാണ് യേശു കർത്താവിന്റെ പ്രധാനപ്പെട്ട ടീച്ചിങ്ങുകളിലെല്ലാം യേശു കർത്താവ് പഠിപ്പിച്ചു സ്വർഗരാജ്യം എന്നുള്ള വിഷയം. ഇനി യേശു കർത്താവ് തന്നെ മരണം, താൻ എന്തിനു വേണ്ടി ഇവിടെ വന്നോ, ഈ ലോകത്തിലേക്ക് വന്നോ, ആ ലക്ഷ്യം പൂർത്തീകരിച്ച് താൻ മരിക്കുവാൻ വേണ്ടി കടന്നു പോവുകയാണ്. മാനവരാശിയുടെ വീണ്ടെടുപ്പിന് വേണ്ടി ആ പാപയാഗമായി യേശു കർത്താവ് ഒഴിക്കപ്പെടാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ പാപികളായ മനുഷ്യർക്ക് സകല പാപവും ചുമന്നുകൊണ്ട് യേശു കർത്താവ് മരിച്ചു. പക്ഷേ മരണത്തിന് യേശുവിനെ പിടിച്ചൊതുക്കുവാൻ കഴിഞ്ഞില്ല. റോമൻ കല്ലറകളെ ഭേദിച്ച് യേശു പുറത്തു വന്നു. ഇന്നും ആ കല്ലറ തുറന്നു കിടക്കുന്നു. അതൊരു കെട്ടുകഥയല്ല. യേശു തന്നെ അത് വെളിപ്പെടുത്തി ആൾക്കാരുടെ മുമ്പിൽ പ്രത്യക്ഷനായി യേശു ജീവിച്ചിരിക്കുന്നു എന്ന് തെളിയിച്ചു. എങ്ങനെ തെളിയിച്ചു? 40 ദിവസത്തോളം തന്റെ ശിഷ്യന്മാർക്കും 500-ലധികം ആൾക്കാർക്ക് പല സമയങ്ങളിൽ പ്രത്യക്ഷനായി താൻ ജീവിച്ചിരിക്കുന്നുവെന്ന് യേശു കർത്താവ് തെളിയിച്ചു. ഉയർത്തെഴുന്നേറ്റതിനു ശേഷം 40 ദിവസം യേശു കർത്താവിന് തന്റെ മുമ്പിലുണ്ടായിരുന്ന 500-ലധികം ആൾക്കാരോട് തനിക്ക് പറയാനുണ്ടായിരുന്ന വിഷയം എന്താണ്? അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം. അവൻ കഷ്ടം അനുഭവിച്ച ശേഷം 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നുവെന്ന് അനേക ദൃഷ്ടാന്തങ്ങളാൽ തെളിയിച്ച് കൊടുത്തു, കാണിച്ച് കൊടുത്തു. 40 ദിവസം യേശു കർത്താവിന് പറയാനുണ്ടായിരുന്ന വിഷയം എന്താണ്? സ്വർഗരാജ്യം, ദൈവരാജ്യം. നിങ്ങളൊന്ന് ആ വാക്കുകളൊക്കെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചു. ഇനി യേശു കർത്താവ് സ്വർഗാരോഹണം ചെയ്തു പോയതിനു ശേഷമായി തന്റെ ശിഷ്യന്മാരെ, തന്റെ അപ്പോസ്തലന്മാരെ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടിയാക്കി. 12 അപ്പോസ്തലന്മാർ അവർ ശുശ്രൂഷിക്കുകയാണ്. അവർ രോഗികളെ സൗഖ്യമാക്കുന്ന കാര്യങ്ങളെല്ലാം ശരിയാ. പക്ഷേ ശ്രേഷ്ഠ അപ്പോസ്തലനായ പൗലോസ്ലീഹായുടെ ശുശ്രൂഷയുടെ തന്റെ പ്രധാനപ്പെട്ട പ്രസംഗ വിഷയവും താൻ എന്തിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 28-ാം അധ്യായം 29-30 വാക്യങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്. തന്റെ ശുശ്രൂഷകളിൽ താൻ വീട് വാടകയ്ക്കെടുത്ത് താൻ പ്രസംഗിച്ചുകൊണ്ടിരുന്ന വിഷയം. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 28-ാം അധ്യായം 29-30 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത് ഇപ്രകാരമാണ്. 29 വാക്യം വായിച്ചു. 29-30 വാക്യം. അവൻ കൂലിക്ക് വാങ്ങിയ വീട്ടിൽ 2 സംവത്സരം മുഴുവൻ പാർത്ത് തന്റെ അടുക്കൽ വരുന്നവരെയൊക്കെയും കൈക്കൊണ്ട് പൂർണ്ണ പ്രാഗൽഭ്യത്തോടെ വിഘ്നം കൂടാതെ ദൈവരാജ്യം പ്രസംഗിച്ചു. കർത്താവിന്റെ യേശുക്രിസ്തുവിന്റെ ഉപദേശങ്ങളെ കുറിച്ച് ഉപദേശിച്ച് അറിയിച്ചു പോന്നു. ദൈവമക്കളെ, എത്രമാത്രം പ്രധാനപ്പെട്ട വിഷയമായിരുന്നു. ഹല്ലേലൂയ. ഇന്ന് നമ്മളത് മറന്നു പോകരുത്. ആരും അതിനെ അവഗണിച്ച് കളയരുത്. യേശു പറയുന്നു, ആദ്യം അവന്റെ രാജ്യവും
നീതിയും അന്വേഷിപ്പീൻ. ആദ്യം അവന്റെ രാജ്യം. ഫസ്റ്റ് പ്രയോറിറ്റി ഗോസ് ടു ഗോഡ്. ആദ്യം അവനാ കൊടുക്കേണ്ട സ്ഥാനം. പക്ഷെ ഇന്ന് നമ്മുടെ പ്രയോറിറ്റി എന്താണ്? ദൈവസഭയിലേക്ക് നോക്കുമ്പോൾ ഹൃദയത്തിൽ വളരെയധികം വേദനകൾ ഉണ്ടാകുക. ക്രിസ്ത്യൻ സമൂഹത്തെ നോക്കുമ്പോൾ വേദന ഉണ്ടാകുക. നമ്മളെല്ലാം കംഫോർട്ട് സോണിൽ ഇരിക്കുന്നുവെന്നുള്ള ഫീലിലാണ് നമ്മൾ ഇരിക്കുന്നത്. എനിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന ചിന്തയിലായിരിക്കുന്നത്. ദൈവമക്കളെ തിരിച്ചറിയണം, ഇതല്ല നമ്മുടെ ലോകം. അമേരിക്കയല്ല നമ്മുടെ സിറ്റിസൺഷിപ്പ്. നമ്മൾ ഇവിടത്തിന് വേണ്ടി ഉള്ളവരല്ല. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. എത്ര വലിയ ടീച്ചിങ് ആ ദൈവമക്കളെ! എന്നൊക്കെ ദൈവരാജ്യം. ഇന്ന് നമ്മളെല്ലാം ഡൈവേർട്ടായിരിക്കുന്നു. ഇന്ന് ചുരുക്കം പേരായിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. പക്ഷേ ഒരാത്മാവിന്റെ വില ഭയങ്കരമാണ്, ഭൂമിയേക്കാൾ വിലയുള്ളതാ. ആമേൻ. നമ്മുടെ ജീവിതം വളരെ ക്ഷണികമാണ്, ചുരുക്കമാണ്. എത്ര നാൾ ജീവിക്കുമെന്ന് ആർക്കും അറിയത്തില്ല. അടുത്ത മൂവ്മെന്റിൽ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയത്തില്ല. ഫിലദൽഫിയിൽ എൻ്റെ ഒരു സുഹൃത്തിന്റെ ഭാര്യ, 34 വയസ്സുള്ള ഒരു സഹോദരി, കഴിഞ്ഞ ദിവസം ക്യാൻസർ മരിച്ചു. ജോയ്സ് എന്ന പേര്. 4 വയസ്സുള്ള ഒരു മോളും 2 വയസ്സുള്ള മോനും. ഞങ്ങൾ ഒരുമിച്ച് സെമിനാറിലുണ്ടായിരുന്നു. സഹോദരൻ അവൻ വിവാഹം കഴിച്ച് അമേരിക്കയിൽ വന്നു. പക്ഷേ ജീവിതം വളരെ പെട്ടെന്ന് തീർന്നു പോയി. മയാമിയിൽ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ആന്റിയുടെ അടുക്കൽ പോയി. മർത്തോമ ഒരു ആന്റിയാണ്. ദീർഘവർഷങ്ങൾ അമേരിക്കയിൽ ഫാർമസിസ്റ്റായിട്ട് ജോലി ചെയ്ത ഒരു ആന്റി. 50 വയസ്സുണ്ട്. ക്യാൻസർ എന്ന മാരകമായ രോഗം ആ സഹോദരിക്കാരനെ പിടിച്ചു. ഇപ്പോൾ സ്നേഹിച്ചു എന്ന് പറഞ്ഞതായി ഭർത്താവില്ല, മക്കളില്ല, ചർച്ചക്കാരില്ല. ഏകയായി ഏകാന്തത അനുഭവിച്ചുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പകൽ തിരുവചനം കേൾക്കുന്ന ദൈവമക്കളെ, അടുത്ത മൂവ്മെന്റിൽ എനിക്കും നിങ്ങൾക്കും എന്താ സംഭവിക്കുന്നെന്ന് ഇവിടെ ഇരിക്കുന്ന ആർക്കും പറയുവാൻ കഴിയത്തില്ല. പക്ഷേ മരണത്തെ നോക്കി വെല്ലുവിളിക്കാൻ, ഹേ മരണമേ നിന്റെ ജയം എവിടെ, ഹേ മരണമേ നിന്റെ വിഷമുള്ള എവിടെ എന്ന് പറയാനുള്ള ചങ്കൂറ്റം എല്ലാ ദൈവമക്കൾക്കും ഉണ്ടാകണം. മരണത്തെ ഭയപ്പെടരുത്. മരിക്കാൻ നമ്മൾ തയ്യാറാണ് ഏത് നിമിഷവും. മരണത്തെ ഭയമുണ്ടെങ്കിൽ ഓർത്തോണം, നിനക്ക് ഇറ്റേണൽ ഹോപ്പില്ല, പ്രത്യാശയില്ല. എന്താ സംഭവിക്കുന്നത് നിങ്ങൾക്ക് അറിയത്തില്ല. ഇന്ന് പകലിൽ കർത്താവിന്റെ സന്നിധിയിൽ നമ്മളെ ഏൽപ്പിക്കാം. കർത്താവിനോട് പറയും, കർത്താവേ, ഞാൻ ജീവിക്കുന്ന കർത്താവിന് വേണ്ടിയാണ്. ശ്രേഷ്ഠ അപ്പോസ്തലനായ പൗലോസിന് ഒത്തിരി അനുഭവങ്ങൾ പറയാനുണ്ട്. തന്റെ ജീവിതത്തിൽ തന്നെ പോലെ സമ്പന്നനായ മനുഷ്യൻ, പഠനകാര്യത്തിൽ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കിയാൽ ഹൈ ഡിഗ്രി ഉള്ളവൻ, പക്ഷെ ദൈവികമായ വെളിപ്പാട് കിട്ടിയപ്പോൾ പൗലോസ് പറയുക, ഞാനിത് ചപ്പു ചവറുമെന്നു. ഇന്ന് പകൽ തിരുവചനം കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങളുടെ ജീവിതത്തെ നോക്കി, നിങ്ങളുടെ വിദ്യാഭ്യാസത്തെ നോക്കി, നിങ്ങളുടെ സമ്പത്തിനെ നോക്കി നിങ്ങൾക്ക് എത്ര പേർക്ക് പറയാൻ കഴിയും, ഇതെല്ലാം ചപ്പും ചവറുമാ, ഒന്നും ഞാൻ കൊണ്ടുപോകാൻ പോകുന്നില്ല, പക്ഷേ എനിക്കൊരു ശുഭപ്രതീക്ഷയുണ്ട്, എനിക്കൊരു ഇറ്റേണിറ്റി. പൗലോസ് പറയുക, എനിക്ക് മരിക്കുന്നത് ലാഭമാണ്, പക്ഷെ ജീവിക്കുന്നത് ഞാൻ ക്രിസ്തുവിന് വേണ്ടി. ഇത് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, എത്ര പേർക്ക് പറയുവാൻ കഴിയും, യെസ്, ഐ ആം ഗോയിങ് ടു ലിവ് ഫോർ മൈ ജീസസ്. ഒരു നിമിഷം കണ്ണുകളാണ് സമർപ്പിച്ചാട്ടെ. ഇന്ന് ദൈവാത്മാവ് നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ട് ഈ തിരുവചനം നിങ്ങളോട് ആഴമായി ഇടപെടുകയാണ്. ദൈവാത്മാവ് ഒരു പ്രാവശ്യം കൂടെ ഈ തിരുവചനം നിങ്ങളെ ഓർമ്മിപ്പിച്ച് ഉണർത്തുകയാണ്. കർത്താവ് നിങ്ങളോട് പറയുകയാണ്, സഹോദര, സഹോദരി, നിന്റെ വിദ്യാഭ്യാസമല്ല, നിന്റെ ജോലിയല്ല കാര്യം, നിന്റെ മക്കളുടെ ആമൻ നല്ല ഡിഗ്രി എടുത്തല്ല കാര്യം. ഇതെല്ലാം അടുത്ത 100 വർഷം കഴിയുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ഒരു ഒറ്റ കുഞ്ഞു പോലും ഇവിടെ കാണുകയില്ല. എന്ത് നേട്ടം! ഒരിക്കലും അവസാനിക്കാത്ത നിത്യതയ്ക്ക് വേണ്ടി നീ എന്തൊരുക്കിയിട്ടുണ്ട്, എന്ത് ചെയ്തിട്ടുണ്ട്? നിത്യതയ്ക്ക് വേണ്ടി നമുക്കൊരുങ്ങാം.
ജീവിതം അതിനായിട്ട് നമുക്ക് പണി. കർത്താവിനെ നമുക്ക് പ്രസാദിപ്പിക്കാം. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ഒരു നിമിഷം ഹൃദയത്തെ ദിവസങ്ങളിൽ നിന്ന് പറഞ്ഞു. നിങ്ങളുടെ ഹൃദയങ്ങളെ കൃത്യമായിട്ടും വ്യക്തമായിട്ട് അറിയുന്നൊരു ദൈവത്തിന് മുമ്പിലാണ് ഇന്ന് ഈ പകലിൽ നമ്മൾ വളർന്നിരിക്കുന്നത്. ആ ദൈവത്തിന് മുമ്പിൽ നമ്മളെ ഒന്ന് സമർപ്പിക്കാം. കർത്താവേ, ഈ വിശുദ്ധ പകൽക്കാലം ഞങ്ങളെ ദിവസങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ഞങ്ങളെ കേൾപ്പിച്ച നല്ല തിരുവചന ചിന്തകൾക്കായി സ്തോത്രം. ദൈവരാജ്യത്തിന് വേണ്ടി ഒരുങ്ങുവാൻ ഇന്ന് പകൽ ഞങ്ങളെ അവിടെ സഹായിക്കണം. ഞങ്ങളുടെ ജീവിതം കൊണ്ട്, ഞങ്ങളുടെ സംസാരം കൊണ്ട്, ഞങ്ങളുടെ പ്രവൃത്തികൾ കൊണ്ട്, ഞങ്ങളുടേതായ ഓരോ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് കർത്താവേ, അങ്ങയുടെ നാമത്തെ പ്രസാദിപ്പിക്കാൻ, അങ്ങയുടെ നാമത്തിന് പ്രാധാന്യം കൊടുക്കുവാൻ ഇത് പകൽ ഞങ്ങളെ അവിടെ സഹായിക്കണമേ. ഞങ്ങൾ പലപ്പോഴും വീണുപോയി, തെറ്റിപ്പോയി, പലതിനും പ്രാധാന്യത കൊടുക്കാതെ പോയി. എന്നാൽ മടങ്ങി വരാ ഞങ്ങളെ അവിടെ ഒരുക്കണം. ഈ ദൈവസഭ അതിനായിട്ട് ഒരുക്കണം. മഹത്വം വാങ്ങി കർപ്പിക്കും. യേശു ധന്യ നാമത്തിൽ ഇന്ന് ഈ വിശുദ്ധ പകൽക്കാലം, ഈ രാവിലെ സമയം നിങ്ങളോടൊപ്പം അല്പനേരം ചിലവഴിപ്പാൻ ലഭിച്ച സമയം ജീവിതത്തിലെ വളരെ സന്തോഷകരമായ അനുഭവമാണ്. സമയത്തെ വേർതിരിച്ചു തന്ന ദൈവദാസനോട്, ദൈവസഭയോട് പ്രത്യേകമായി നന്ദി ഞാൻ ഈ തരത്തിൽ അറിയിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണം. എനിക്ക് ഭാര്യയും 2 കുഞ്ഞുങ്ങളുമുണ്ട്, എൻ്റെ മാതാപിതാക്കളുണ്ട്. 2007 എക്സൽ മിനിസ്ട്രീസ് എന്ന കുട്ടികളുടെ യുവജനങ്ങളുടെ ഒരു പ്രവർത്തനം ആരംഭിക്കാൻ ദൈവമിടയാക്കി. ഇന്ന് ഇന്ത്യയിൽ വളരെ ശക്തമായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തനമായിട്ട് ദൈവം അതിനെ വളർത്തി. എക്സൽ VBS എന്ന പ്രവർത്തനങ്ങളിൽ കൂടെ ഏകദേശം 250,000 കുട്ടികളെ എവറി ഇയറിന് റീച്ച് ചെയ്യുന്നു. ഒരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. എല്ലാ മാസത്തിലും പബ്ലിഷ് ചെയ്യുന്നതായ ഒരു മാഗസിൻ്റെ പ്രവർത്തനമുണ്ട്. സ്കൂളുകളിൽ, കോളേജുകളിൽ നടക്കുന്ന ബോധവൽക്കരണ ക്ലാസ്സുകളുണ്ട്. ഇങ്ങനെ വിവിധമായ പ്രവർത്തനങ്ങൾ, ക്ലബിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ ഈ കുഞ്ഞുങ്ങളെ ഓർത്ത്, ഈ പ്രവർത്തനങ്ങളെ ഓർത്ത് നിങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. ഇതിൻ്റെ തുടർന്നുള്ളതായ എല്ലാ ആവശ്യങ്ങളിലും ദൈവത്തിൻ്റെ സാന്നിധ്യം, കൃപയും ഉണ്ടാകേണ്ടതിന് നിങ്ങളുടെ ആത്മാർത്ഥമായ പ്രാർത്ഥനയെ ചോദിച്ചുകൊണ്ട് ദൈവസ്ഥനിലിരിക്കുന്നു. താങ്ക് യു സോ മച്ച് ആൻഡ് ഗോഡ് ബ്ലെസ് യു.